ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഏർലി മോർണിംഗ് തന്നെ ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയതാണേ. നല്ല തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ യാത്രയൊക്കെ. അപ്പോൾ കുർബാനയുടെ സമയമായിരുന്നതുകൊണ്ട് പോയ വഴിക്ക് നമ്മൾ പള്ളിയിലൊക്കെ കയറി ഒരു കുർബാനയൊക്കെ കണ്ടേ. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇലഞ്ഞിപ്പൂവിൻ്റെ മണം അടിച്ച് അതിൻ്റെ മരമൊക്കെ കണ്ടുപിടിച്ച് 2, 3 പൂവൊക്കെ പെറുക്കി ഇത് വണ്ടിക്കകത്ത് വെച്ചാൽ നല്ല സ്മെല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇലഞ്ഞിപ്പൂവൊക്കെ പെറുക്കിക്കൊണ്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇത് മുണ്ടക്കയം സൈഡാണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈഡിലേക്കൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയുടെ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സീനറിയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. കുറച്ച് നാളായിട്ട് യാത്രകളൊക്കെ പൊതുവെ കുറവായിരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും അത് തൊണ്ട് തുറന്ന് കിടന്നാൽ മതി എന്നായിരുന്നു എനിക്ക്. ഈ റൂട്ടിൽ ഞങ്ങൾ പോകാറുള്ളപ്പോൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ കയറാറുള്ള സെയിം ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ ഇന്നും കയറിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഏത് സമയമാണെങ്കിലും ഈ വഴി പോകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള വിശപ്പൊന്നും ഇല്ലെങ്കിലും ഒരു ചായയെങ്കിലും കുടിക്കാൻ വേണ്ടി നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു ലൊക്കേഷൻ. ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു കഴിച്ചത്. ഞങ്ങൾക്ക് കുറച്ചധികം ദൂരം യാത്ര ഉള്ളത് കൊണ്ടും ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തേണ്ടത് കൊണ്ടും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് ലൊക്കേഷൻ കുട്ടിക്കാനമാണ്. ഈ പള്ളി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ചുറ്റിലും തേയിലത്തോട്ടങ്ങളാണ്. ഈ പള്ളി വെച്ചാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടവകയല്ലാത്തത് കൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരാനുള്ള ഒരു ചാൻസ് ഒക്കെ കിട്ടാറുള്ളൂ കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങളിതാ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് യാത്ര തുടർന്നു കേട്ടോ. ഞങ്ങളിവിടെ ഒരു ആൻറ്റീനെ കാണാൻ വേണ്ടിയിട്ട് കോൺവെന്റിൽ വന്നതായിരുന്നേ. അവിടെ നിന്നായിരുന്നു ഉച്ചഭക്ഷണമൊക്കെ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഉറക്കം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ഒക്കെ ചെയ്തു കേട്ടോ. ഡ്രൈവ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടത്തി ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. ഇനി സമയമുള്ളത് കൊണ്ട് പതുക്കെയാണ് പോകുന്നത്. ഇടയ്ക്ക് ക്ഷീണമൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ അത്ര വിശപ്പൊന്നും ഇല്ലായിരുന്നു. മടത്തിൽ നല്ല മീൻ വറുത്തതൊക്കെ കൂട്ടി നല്ല ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരു കോഫിയൊക്കെ കഴിച്ചു. അങ്ങനെ ദേ തിരിച്ചു പോകും വഴി ഈ ലൊക്കേഷൻ കണ്ടോ. ഇവിടെ എന്നെ കൊണ്ടുവരാം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ നാളുകളായിട്ട് പരിചയപ്പെട്ട കാലം തൊട്ട് എന്നെ പറ്റിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവസാനം ഇപ്പോഴാണ് എത്തിയത്. ഇത് നമ്മുടെ കുട്ടിക്കാനത്ത് തന്നെയുള്ള അമ്മച്ചിക്കൊട്ടാരം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് 19th സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പാലസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് ഹിസ്റ്ററി കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇവിടെ ഇങ്ങനെ കണ്ടു നടക്കാനൊക്കെ നല്ല ത്രില്ലുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രേത വീട് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയെല്ലാം തകർന്നു പോയിട്ടുണ്ട്. പിന്നെ കുറെ ഉപയോഗിച്ച പഴയ പൊടി പിടിച്ച് കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു ഫാമിലി ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അപ്പാപ്പനാണ് ഇവിടെ ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുറച്ച് തമിഴും മലയാളവും ഒക്കെ കൂടി കലർന്ന ഭാഷയിൽ സംസാരിക്കുന്ന ആ അപ്പാപ്പൻ തന്നെയാണ് നമ്മളെ കൊണ്ട് നടന്ന ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ടു. എല്ലായിടും ഒന്നും കാണാൻ പറ്റില്ല. പള്ളയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. എനിക്ക് ഈ പാലസിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു കേട്ടോ.